ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വട്ടയപ്പമാണ്. ഇതിന് അരി കുതിർത്ത് വെക്കോ അരയ്ക്കോ ഒന്നും വേണ്ട. ഇടിയപ്പത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നൈസായിട്ടുള്ള ഒരു അരിപ്പൊടി എടുത്താൽ മതി. ഇത് ഒരു വട്ടയപ്പത്തിനുള്ള ചേരുവയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചോറുണ്ട്. വെള്ളച്ചോറാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 കപ്പ് തേങ്ങയുണ്ട്. അതും അതിൻ്റെ കറുപ്പൊന്നും എടുത്തില്ല, വെളുത്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും 1/2 കപ്പ് ഇടുന്നു. പഞ്ചസാര ഒരു 1/4 കപ്പ്. 1/4 കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് മധുരം എന്തോരം വേണോ അതിനനുസരിച്ച് ഇട്ടാൽ മതി. 1/4 കപ്പെങ്കിൽ 1/4 കപ്പ് ഇടാം, അല്ല കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച്. 1/4 കപ്പ് ഇടണില്ല, 1/4 കപ്പിലും കുറച്ച് ഞാൻ ബാക്കി എടുക്കുന്നുണ്ട്, അധികം മധുരം വേണ്ടാത്തത് കാരണം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടിയപ്പം പൊടി അല്ലെങ്കിൽ അപ്പം പൊടി അങ്ങനെ കിട്ടുമല്ലോ, ഇത് വറുത്ത പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഏലക്കയാണെങ്കിലും ഇട്ടാൽ മതിയോ. ഇനി നമുക്കിത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും കട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അടിഞ്ഞു പോയി നല്ലൊരു ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഒരു ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കണമെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാൻ അരച്ചെടുക്കാൻ നേരം ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇത് ഏകദേശം 4 മണിക്കൂറോളം എടുത്ത് എനിക്കൊന്ന് പുളിച്ച് പൊങ്ങി വരാനായിട്ട്. നമ്മുടെ മാവ് ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിരിപ്പുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇതുണ്ട്, പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ചോറ്റുപാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ചെറിയ ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട്. ഒരു വട്ടപാത്രം, എന്തെങ്കിലും ഒരു വട്ടപാത്രം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നെയ്യാണേലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കണേ. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നമുക്ക് ആവിൽ വെച്ച് വേവിച്ചെടുക്കാം. മുന്തിരി വെച്ച് കൊടുക്കാം, ഉണക്കമുന്തിരി. ഒരു ഇഡ്ഡലി ചെമ്പിനകത്ത് ആവി കയറ്റാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് വട്ടയപ്പത്തിൻ്റെ മാവ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വേണം നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. വട്ടയപ്പം ഇപ്പം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വട്ടയപ്പം ചൂടൊക്കെ മാറി തണുത്ത് വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ മുന്തിരി വെക്കുന്നത് ഞാൻ വിചാരിക്കണം ഒരു പകുതി വേവാകുമ്പോൾ മുന്തിരി വെക്കണമായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആദ്യമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ മുന്തിരി ഉള്ളിലേക്ക് അങ്ങോട്ട് താന്നു പോകും. അപ്പം മുന്തിരി വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ നിങ്ങൾ മുന്തിരി വെക്കണം, നല്ലതായിരിക്കും. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. നല്ല സോഫ്റ്റാണിത്.